ഈ താരണമൊക്കെ മാറി നല്ല ബേബി ഹെയർ വന്നു തുടങ്ങി. നെറ്റ് കെയറിലുണ്ടായിരുന്നു ചേച്ചി? നെറ്റ് കെയറിലുണ്ടായിരുന്നു, അതെല്ലാം മാറി ബേബി ഹെയർ ഇറങ്ങി തുടങ്ങി. ഇത് തേച്ചതോടുകൂടി ചേച്ചിയുടെ താരനും പോയി, നല്ലപോലെ മുടിയും കിളിക്കുന്നുണ്ട്. കണ്ടില്ലേ, കഷണ്ടിയിൽ വരെ മുടി കിളിക്കുന്നു പറഞ്ഞത് രജനിയാണ്. അവരെയൊക്കെ കൊണ്ടുവന്നത് തന്നെ രജനിയാണ്. അവർക്കെല്ലാം പറഞ്ഞു കൊടുത്തത് രജനിയാണ്. കേരളം അങ്ങ് അറ്റം മുതൽ ഇങ്ങനെ അറ്റം മുതൽ ആൾക്കാർ വാങ്ങി ഉപയോഗിക്കുന്ന നല്ല റിസൾട്ടുള്ള എണ്ണയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഭയക്കുന്ന ഒരു കാര്യമാണ് മുടികൊഴിച്ചിൽ അല്ലെങ്കിൽ കഷണ്ടി. അപ്പം നമ്മുടെ തലയിലെ കഷണ്ടിക്കും അതുപോലെ മുടികൊഴിച്ചിലിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് താരൻ. നമ്മുടെ തലയിലെ താരൻ പൂർണ്ണമായിട്ടും മാറ്റാതെ നമ്മൾ എന്ത് എണ്ണയോ എന്ത് ഓയിലോ അല്ലെങ്കിൽ എന്തൊക്കെ തേച്ചിട്ട് ഒരു കാര്യവും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ താരനായാലും അതുപോലെ തന്നെ സോറിയാസിസ് പോലുള്ള രോഗങ്ങളായാലും തന്നെ വെറും ഒറ്റൊരാഴ്ച കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് മാറ്റി തരുന്നൊരു പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ മുടി സംബന്ധമായ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരം തരുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അടൂര് മാവേലിയിലാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് അമ്മമാരും ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അത്തോട്ട് പോയി ഡോക്ടറോട് തന്നെ ചോദിച്ചു നോക്കാം. ഡോക്ടറെ, എത്ര മാറാത്ത താരനായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിങ്ങൾ മാറ്റി കൊടുക്കും എന്ന് പറയുന്നത് ഉള്ളതാണോ? പിന്നെ ഇവിടെ വന്നാൽ എത്ര പഴകിയ താരണമാണെങ്കിലും നമ്മളത് മാറ്റി. ചേച്ചിക്ക് എന്ത് പറ്റിയതാ ഡോക്ടറെ? ചേച്ചി ആദ്യം ദേഹത്ത് ചൊറിച്ചിലുമായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ അതിന് അറിയത്തില്ലായിരുന്നു എൻ്റെ തലയിൽ താരണം ഒന്നുണ്ടെന്ന്. ഞാൻ ഫുള്ള് നോക്കിയപ്പം ആകെ ഇതിൻ്റെ തലേന്ന് താരണം ഷാമ്പു ഇട്ടത് നിമിത്തം ദേഹത്തോട്ട് ചാടി ആ ദേഹത്തോട്ട് ഇറങ്ങിയിട്ട് അത് അതിന് ചൊറിച്ചിലുണ്ടാക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെയാണ് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് ചെയ്ത് അത് മാറ്റിയപ്പോൾ ഇതിന്റെ ദേഹത്തെ ചൊറിച്ചിൽ മാറി. അങ്ങനെയാണ് അത് മാറ്റി കൊടുത്തത്. സത്യമാണോ? ഡോക്ടർ വെറുതെ പറയുന്നല്ല, ഉള്ള കാര്യമാണ്. ചേച്ചിക്ക് നല്ല താരൻ ഉണ്ടായിരുന്നു? എനിക്ക് നല്ല താരൻ, ചെവി വരെയും ചെവിക്കകത്ത് വരെയും പൊട്ട പിടിച്ചിരിക്കുമായിരുന്നു. സോറിയാസിസ് പോലെ ആയോ? അതുപോലെ ആയിരുന്നു. ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷമാണ് മാറിയത്. രജനിക്കാണെങ്കിൽ നല്ല മുടികൊഴിച്ചിലും താരണമായിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ 2 മാസം ആയതേ ഉള്ളൂ. ഈ താരണമൊക്കെ മാറി നല്ല ബേബി ഹെയർ വന്നു തുടങ്ങി. നെറ്റ് കെയറിൽ നെറ്റ് കെയറിലുണ്ടായിരുന്നു, അതെല്ലാം മാറി ബേബി ഹെയർ ഇറങ്ങി തുടങ്ങി. നല്ല മാറ്റമുണ്ട്. ഇവിടെ വന്നപ്പോ എന്തുവായിരുന്നു ചേച്ചിയുടെ അവസ്ഥ? എനിക്ക് താരനായിരുന്നു. നെറ്റ് കെയറിലാണെന്ന് ഇവിടുത്തെ നെറ്റ് ചുളുക്കവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഡോക്ടറാ പറഞ്ഞു ഇതുപോലെ നല്ലപോലെ നെറ്റ് കയറിയിരിക്കുന്ന ചേച്ചി നമ്മൾ കണ്ടാൽ തന്നെ അറിയാം. അതാണ്ട് നോക്കിക്കോ, നല്ലപോലെ ബേബി ഹെയർ, നല്ലപോലെ ബേബി ഹെയർ ഇങ്ങനെ കിളിച്ച് വരുന്നുണ്ട്. അപ്പൊ ചേച്ചിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല രീതിക്ക് താരനായിരുന്നു, മുടി കൊഴിച്ചിലായിരുന്നു. അപ്പൊ ചേച്ചി ഇവിടെ വന്നു 2 മാസം കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു എണ്ണയാണോ ചേച്ചി? ഇതാണ് മിക്കവാറും ആൾക്കാർക്ക് ഈ ഓയിൽ തന്നെ മതി. ഓയിൽ മതി. പക്ഷെ പഴക്കത്തിനനുസരിച്ച് നമ്മൾ നോക്കി പറയും, എത്ര വർഷം പഴക്കം ഉണ്ടെന്ന് നമ്മൾ നോക്കി പറയും. പഴക്കത്തിനനുസരിച്ച് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് കൂടെ വേണ്ടി വന്നേക്കും. ശക്തിയായിട്ട് മുടി കൊഴിയുന്നെങ്കിൽ, സോറിയാസ് പോലെ ആയി തീർന്നെങ്കിൽ, മുഖത്തൊക്കെ പാടുകൾ വന്നെങ്കിൽ, മുഖക്കുരു മാറാതെ നിൽക്കുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള കേസിൽ നമ്മൾ താരന്റെ ട്രീറ്റ്മെന്റ് ചെയ്തില്ലേ നമുക്ക് കഷണ്ടി വരെ ആവും അല്ലേ? അങ്ങനെ ആകാറുണ്ട്. കഷണ്ടി ആകാറുണ്ട്, സോറിയാസ് പോലെ ആകാറുണ്ട്. താരണം പല സൈസ് താരണമുണ്ട്. ചില സൈസെങ്കിലും സോറിയാസ് പോലെ ആകാറുണ്ട്. അപ്പൊ നമ്മള് ആരംഭത്തിലെ തന്നെ ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ബോട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറും. പക്ഷെ ഈ സോപ്പ് ഷാമ്പു ഒക്കെ ഇട്ട് തല കഴുകുന്ന നിമിത്തം ആർക്കും ആരംഭം അറിയാൻ പറ്റത്തില്ല. 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട്? എണ്ണയൊക്കെ തേക്കുന്നോണ്ട് മാറ്റമുണ്ട്. മാറ്റം എന്ന് പറഞ്ഞാൽ വെറുതെ പറയരുത്, ഇതൊരു മീഡിയ ആണ്. മാറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മാറ്റം? നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം ഉണ്ടായിട്ടാണ് ഞാൻ പിന്നെ വന്നത്. പല സ്ഥലത്തും പോയി ചികിത്സ കിട്ടാതെ കാസർഗോഡ്, മലപ്പുറം, വയനാട്, കന്യാകുമാരി എല്ലാ സ്ഥലത്തുള്ള ആളുകളും പല സ്ഥലത്തും പോയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടാതെയാണ് നമ്മുടെ ഒക്കെ വരുന്നത്. അതെല്ലാം തന്നെ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. സുഖമായിട്ട് ചികിത്സിച്ച് മാറ്റി അവർക്കത് പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മുടി സംബന്ധമായ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അതിന്റെ അവസാന വാക്കാണ് നമ്മുടെ മാവേലി. ഇത് ഡൈ അടിച്ചതല്ല, ഒറിജിനൽ ആണോ? ആണോ? നേരത്തെ നല്ല നരച്ചതായിരുന്നു. ഇവിടെ വന്ന് ഇപ്പൊ നര കുറവുണ്ടോ? അമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ടാൽ തന്നെ അറിയാം നല്ല കുറവുണ്ടെന്ന്. അമ്മ മരുന്ന് മേടിക്കാനായിട്ട് വന്നോ? മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എന്തോ പറയാനുണ്ട് അമ്മയ്ക്ക്? പറയാനുള്ള സന്തോഷമേ ഉള്ളൂ. വിളിച്ചോണ്ട് വന്നതാണോ ഈ അമ്മയെ? അമ്മയുടെ തല മൊത്തം നരച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ എടുക്കും. അമ്മയുടെ നര മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ അതുപോലെ കാണിക്കും. വിശ്വാസം ഉണ്ടോ? മാറുവോ? മാറും. ഈ കൂട്ടുകാരിയെ കണ്ടിട്ട് വന്നാന്നോ? അപ്പൊ കൂട്ടുകാരിയുടെ വിശ്വാസത്തിൽ അമ്മ ഇറങ്ങി പുറപ്പെട്ടേക്കുവാ. മാറുവോ? മാറും. നര മാറുമെന്നാണ് ഇവിടെ എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. മുടി സംബന്ധമായിട്ടുള്ള ഏത് രോഗത്തിനും, അതായത് താരന്, സോറിയാസിസ്, മുടി പൊട്ടിക്കീറുക, മുടി കൊലയ്ക്കുക, ഇതിനൊക്കെ അത്യുത്തമമായ ഒരു എണ്ണയാണ് ഈ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിളച്ചുകൊണ്ടിരിക്കുന്നത്.
ഇതിപ്പോ വിറകടുപ്പിലാണോ ഇത്? കറക്റ്റ്. ഇവിടെ വിറകടുപ്പിൽ മാത്രമേ മരുന്ന് ചെയ്യത്തുള്ളൂ. എന്താ വൈദ്യുതി വിറകടുപ്പിൽ ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഉത്തമം. അതായത് ഗ്യാസിനകത്ത് ചെയ്ത് കഴിഞ്ഞാല് അത് വേറൊരു ലെവല്. വിറകടുപ്പിൽ ചെയ്ത ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം. എത്ര ദിവസം കൊണ്ടാണ് ഈ പ്രോസസ് ഒക്കെ കഴിഞ്ഞത്? ഒരു 7 ദിവസമെങ്കിലും എടുക്കും. 7 ദിവസം വേണം അല്ലേ? കൃത്യനിഷ്ഠയോടുകൂടി യോഗപ്പടിയില് അനുശാസിക്കുന്ന രീതിയില് മരുന്ന് കൈകാര്യം ചെയ്യും. പിന്നെ ഇതൊക്കെ അപൂർവ രഹസ്യ കൂട്ടുകളാണ്. ഇതൊന്നും പുറത്ത് പറയത്തില്ല, ആരോടും പറയത്തില്ല, നമ്മളോടും പറയത്തില്ല. ഇല്ല പറയത്തില്ല. ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ താരൻ, മുടികൊഴിച്ചിൽ എല്ലാ പ്രശ്നങ്ങളും മാറും. ഉറപ്പായിട്ടും. അപ്പൊ മുടി സംബന്ധമായ എന്ത് പ്രശ്നം നിങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും മേഡത്തെ കോൺടാക്ട് ചെയ്യുക. മേഡത്തിന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അല്ലേ മേഡം? തീർച്ചയായിട്ടും. നല്ലൊരു വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. വലിയ പഴക്കമില്ലേ? പെട്ടെന്ന് തന്നെ പെട്ടെന്ന് മാറ്റിയെടുക്കാം. നമ്മൾ നോക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ.